നമസ്കാരം. ഞാൻ കൊട്ടാരക്കര വിളിക്കുവായിരുന്നേ. പറയൂ സാറേ. ഞാൻ വിളിച്ചത് നമ്മള് ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിരിക്കുവായിരുന്നു. ആ അപ്പൊ നമ്മള് ഡൊമസ്റ്റിക് അല്ലാതെ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ പറ്റും. മെഷീനറീസ് അതിന്റെ വിലയും അതിന്റെ കപ്പാസിറ്റിയും എന്തെല്ലാം മെഷീനറീസ് വേണം. മെഷീൻസിന്റെ വില അറിയാനായിട്ട് സാർ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. എത്ര കിലോയാണ്, ഏത് കപ്പാസിറ്റിയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ല, നമ്മള് ആദ്യമായിട്ട് ചോദിക്കാം. നമ്മളിപ്പോ ഈ ഹോസ്പിറ്റല്, അങ്ങനെ ഹോട്ടല്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് എത്ര കപ്പാസിറ്റി ഉള്ള മെഷീൻ ആയിരിക്കും? ഏറ്റവും കുറഞ്ഞത് 30 kg കപ്പാസിറ്റി വേണം ചെയ്യാൻ. ഹോട്ടൽസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30 കിലോ കപ്പാസിറ്റിയിലാണ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 കിലോ ഉദ്ദേശിക്കുന്ന ഡ്രൈ അല്ലേ? ഡ്രൈ വെയിറ്റ് 30 കിലോ. അതെ. അപ്പം 30 കിലോ. അപ്പം ഈ നമുക്ക് വേണ്ടുന്നത് വാഷിങ്ങിന്റെ ഉപയോഗിക്കുന്ന മെഷീൻ വേണം, പിന്നെ ഈ പിന്നിങ്, ഡ്രൈയിങ്, ഇങ്ങനെ കുറെ മെഷീൻ ഉണ്ടല്ലോ. അതെ. നമുക്ക് ഈ ഹോസ്പിറ്റൽ, ഹോട്ടൽ ബേസ് മെയിനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ മെഷീനായിട്ട് നമുക്ക് വേണ്ടി വരും? സെമി ഓട്ടോമാറ്റിക് ആണോ ഫുള്ളി ഓട്ടോമാറ്റിക് ആണോ? ഫുള്ളി ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക് അപ്രോക്സിമേറ്റ്ലി വാഷർ എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞ മെഷീനാണ് വേണ്ടത്. വാഷ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. ഡ്രയറാണ് വേണ്ടത്, ഉണക്കി എടുക്കാനാവുന്നത്. അയൺ ചെയ്യുന്നതിന് കുറേയേറെ മോഡലുകളുണ്ട്. ഫ്ലാറ്റ് ബെഡ് പ്രസ് ഉണ്ട്, അതൊരു പ്രസ്സിംഗ് മെഷീനാണ്, മുകളിൽ നിന്ന് താഴെയിട്ട് പ്രസ് ചെയ്യുന്നത്. കലണ്ടറി മെഷീൻ ഉണ്ട്, റോളർ മെഷീനാണ്. അല്ലെങ്കിൽ കഫ് ആൻഡ് കോളർ, ഫോം ഫിനിഷർ, യൂട്ടിലിറ്റി പ്രസ് എന്നൊക്കെ പറയുന്ന കുറെ സീരീസുകളുണ്ട്. അതിൽ ഏറ്റവും ഒരു കുറഞ്ഞ റേഞ്ച് എന്താണ്? ബഡ്ജറ്റ് എന്താണ് സാറിന്റെ? ബഡ്ജറ്റ് അല്ല, നമുക്ക് മെയിനായിട്ട് മാക്സിമം കപ്പാസിറ്റി നമ്മളിപ്പോ തുടങ്ങി വെച്ചിട്ട് പിന്നെ കപ്പാസിറ്റി കുറഞ്ഞു പോയി, ഇപ്പൊ അടുത്ത മെഷീനിലേക്ക് മാറണം, ആ ഒരു അവസ്ഥ വരാതെ. സാർ പറഞ്ഞോളൂ, സാറിന്റെ ഏത് നീഡ് ആണെങ്കിലും അതിനനുസരിച്ച് മാനുഫാക്ചർ ചെയ്ത് തരാൻ പറ്റും. നമുക്ക് 30 kg വെച്ച് തന്നെ നമുക്ക് ആലോചിച്ചാല് നമുക്ക് ഒരു ദിവസം നമുക്ക് ഇതിനെന്തോ പിന്നെ ഇത് എക്സ്പെൻസ് ഉണ്ടോ? അതായത് നമുക്ക് ഈ കറണ്ട് ബില്ല്, ആ ഒരു സ്റ്റേജുകളെല്ലാം വരുന്നത് നമ്മളൊരിക്കലും ഒരു ഫോണിലൂടെ പറഞ്ഞൊരു നിസാര ഒരു 1 or 2 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സെക്ഷൻ അല്ല അത്. അതൊരു പ്രൊജക്ട് അനാലിസിസ് ആണ്. അതൊരു സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനാണ് നിങ്ങൾക്ക് ആവശ്യകത എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കൺസൾട്ടൻസി സർവീസ് എടുത്താൽ മതിയായിരിക്കും. അല്ല, നമുക്ക് ഫസ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു കുറെ ബിസിനസ് നമ്മൾ ആലോചിച്ച് നമ്മളതിന്റെ ഈ മാർക്കറ്റിംഗും മറ്റുള്ള എല്ലാം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാമെന്ന് തോന്നിയത് ഒരു ഈ ലോണ്ടറി ബിസിനസ് ആണ്. മനസ്സിലായി.